എല്ലാവർക്കും നമസ്കാരം. ഞാൻ സരിതാ മഹേശ്വരൻ. ഇന്ന് ശ്രീമദ് വാൽമീകി രാമായണത്തിൻ്റെ ബാലകാണ്ഡത്തിലെ 29ാമത്തെ സർഗത്തിൽ 22 മുതൽ 28 വരെയുള്ള ശ്ലോകങ്ങളാണ് നമ്മൾ പഠിക്കാൻ പോണത്. വിശ്വാമിത്രൻ ശ്രീരാമനോടും ലക്ഷ്മണനോടും വാമനാവതാരത്തിൻ്റെ കഥ പറയണ ഭാഗമാണിത്. വാമനമൂർത്തി അവതരിച്ചിട്ടുണ്ടായ വിഷയങ്ങൾ എന്തായിരുന്നു, ഈ സിദ്ധാശ്രമത്തിനെ പറ്റി പറഞ്ഞപ്പോഴാണ് ആ ഒരു കഥ അങ്ങനെ വന്നുപോയത്. അപ്പോൾ വളരെ ഗംഭീരമായിട്ട് മഹാബലി യാഗം നടത്തുന്നുണ്ട്. ആ മഹാബലിയുടെ ദർപ്പം കളയണമെന്ന് പറഞ്ഞിട്ട് ഭഗവാൻ മഹാവിഷ്ണുവിനോട് ദേവന്മാരും ഋഷിമാരുമൊക്കെ ആവശ്യപ്പെട്ടതനുസരിച്ച് വാമനമൂർത്തിയായിട്ട് വാമന സ്വരൂപം ധരിച്ചിട്ട് ഭഗവാൻ യജ്ഞശാലയിലേക്ക് ചെല്ലുകയാണ്. ഞങ്ങൾക്ക് എന്തെങ്കിലും വേണം, നമുക്ക് എന്തെങ്കിലും ലഭിക്കണം, അർത്ഥികളായിട്ടാണ് വന്നിരിക്കുന്നത് എന്ന് പറയുകയാണ്. യാഗത്തിനെ പറ്റിയൊക്കെ പ്രശംസിച്ച് പറഞ്ഞു കഴിഞ്ഞു. അതിനുശേഷമാണ് ഈ പ്രാർത്ഥന അല്ലെങ്കിൽ അർത്ഥന നടത്തിയത്. അത് കേട്ടപ്പോൾ മഹാബലിക്ക് എന്താ തോന്നിയതെന്ന് പറയാണ്. 22ാമത്തെ ശ്ലോകം നോക്കാം. വാമനേന ഇവ മുക്തേ തുമുദാ രാജാ തമബ്രവീത് അദ്യമേ സഫലം ജന്മ അദ്യമേ സഫലം തപഃ അദ്യമേ സഫലം രാജ്യം അദ്യമേ സുകൃതം കൃതം അദ്യമേ സഫലോ യജ്ഞ കൃതാർത്ഥ കൃതവാനഹം. 23 കൂടി ചേർത്തിട്ട് പറയാണ്. എന്നാലേ അതിൻ്റെ ആ വരികളുടെ അർത്ഥം പൂർണ്ണമായിട്ട് പറയാൻ പറ്റുള്ളൂ. വാമനേന ഏവം മുക്തേ ഏവം ഉക്തേ. വാമനനാൽ ഇപ്രകാരം പറയപ്പെട്ടപ്പോൾ വാമനൻ തൻ്റെ യാഗത്തിനെയൊക്കെ വളരെ ഭംഗിയായി നടക്കുന്നുണ്ട് എന്നൊക്കെ അഭിനന്ദിച്ച് പറഞ്ഞപ്പോൾ മുദാ രാജാ തമബ്രവീത്, വളരെ സന്തോഷത്തോടു കൂടിയിട്ട് രാജാവ് മഹാബലി ആ വാമനനോട് ഇപ്രകാരം പറഞ്ഞു. എന്താ പറഞ്ഞത്? അദ്യമേ സഫലം ജന്മ മേ ജന്മ അദ്യ സഫലം. അങ്ങ് ഇപ്രകാരം പറഞ്ഞതുകൊണ്ട് എൻ്റെ ജന്മം, എൻ്റെ ജീവിതം തന്നെ ഇന്ന് സഫലമായി. അദ്യമേ സഫലം തപഃ മേ തപഃ അദ്യ സഫലം. ഞാൻ ചെയ്തതായിട്ടുള്ള തപസ്സുകൾ അതൊക്കെ സഫലമായി തീർന്നത് ഇന്ന് അങ്ങ് ഇങ്ങനൊരു വാക്ക് പറഞ്ഞപ്പോഴാണ്. അദ്യമേ സഫലം രാജ്യം മേ രാജ്യം അദ്യ സഫലം. എൻ്റെ രാജ്യം അല്ലെങ്കിൽ എൻ്റെ രാജ്യശാസനം, രാജ്യഭരണം ഇന്നാണ് പരിപൂർണമായത്. ഞാൻ വേണ്ടതുപോലെയാണ് രാജ്യഭരണം നടത്തുന്നത് എന്ന് അങ്ങ് പറയുമ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നത്. അദ്യമേ സുകൃതം കൃതം. എൻ്റെ പ്രവർത്തനങ്ങൾ അദ്യ മേ കൃതം സുകൃതം. ഞാൻ ചെയ്ത പ്രവർത്തനങ്ങളൊക്കെ സുകൃതങ്ങളായിരുന്നു, നല്ല പ്രവർത്തനങ്ങളായിരുന്നു എന്ന് എനിക്ക് ഇന്നാണ് മനസ്സിലാകുന്നത്. മാത്രമല്ല അദ്യമേ സഫലോ യജ്ഞ. എൻ്റെ യജ്ഞം ഇന്നിതാ പൂർണ്ണമായിരിക്കുന്നു, സഫലമായിരിക്കുന്നു. ഏറ്റവും ഉദാത്തമായിട്ടുള്ള രീതിയിൽ തന്നെയാണ് എൻ്റെ യജ്ഞം നടക്കണത് എന്നെനിക്ക് ബോധ്യമായി. അതുകൊണ്ട് തന്നെ ഞാൻ കൃതാർത്ഥകൃതവാനഹം, ഞാൻ കൃതാർത്ഥനായി തീർന്നു. അങ്ങയുടെ ഈ വാക്കുകൾ എന്നെ വളരെയധികം സന്തോഷിപ്പിക്കുന്നു എന്ന് മഹാബലി വാമനനോട് പറയുകയാണ് ചെയ്യണത്. എന്നിട്ട് പറയാണ് 24ാമത്തെ ശ്ലോകം നോക്കാം. ത്വദർത്ഥം കൽപ്പിതം ചൈവ മമ സർവസ്വമേവ ഹി ധനൗഘം രത്നരാശിം ച ഭൂഷണം ധാന്യസഞ്ചയം. അടുത്ത ശ്ലോകം കൂടി പറയാം. അതിന് 3 വരിയുണ്ട്. ഗ്രാമം വാ നഗരം വാപി രാഷ്ട്രം വാ യാനമേവ വാ ഹസ്ത്യശ്വരഥപത്തീനാം സംഗ്രഹശ്ചാന്യദേവ വാ കിമിച്ഛസി മഹാബാഹോ തദ്ദദാമി തവാനഘ. അല്ലയോ മഹാത്മാവേ, വാമനനാണല്ലോ, ബ്രാഹ്മണനാണല്ലോ. ബ്രാഹ്മണനായിട്ടുള്ള വാമനമൂർത്തിയോട് വടുവായിട്ടാണല്ലോ ചെന്നിരിക്കുന്നത്. ആ അദ്ദേഹത്തിനോട്, വാമനമൂർത്തിയോട് മഹാബലി പറയാണ്, ത്വദർത്ഥം കൽപ്പിതം ചൈവ മമ സർവസ്വമേവ. എൻ്റെ ഈ സർവസ്വവും അങ്ങയ്ക്ക് വേണ്ടി ഇവിടെ കൽപ്പിച്ചിരിക്കുന്നതാണ്, അങ്ങയ്ക്ക് വേണ്ടി തയ്യാറാക്കി വച്ചിരിക്കുന്നതാണ്. അങ്ങയ്ക്ക് എന്നുള്ളത് കൊണ്ട് ഈ ഒരു ബ്രാഹ്മണൻ എന്നല്ല, ആര് വന്ന് ചോദിക്കുന്നവർക്ക്, അർത്ഥികളായിട്ട് വരണവർക്ക് വേണ്ടി തയ്യാറാക്കി വച്ചിരിക്കുകയാണ് എൻ്റെ സർവസ്വവും. ഇവിടെ എന്തൊക്കെയുണ്ടോ അതെല്ലാം അർത്ഥികൾക്ക് നൽകാനായിട്ടുള്ളതാണ്. അവിടേക്കാണ് ചെറിയൊരു അഹങ്കാരമായിട്ട് പറയപ്പെടുന്നത്. മഹാബലിയുടെ അഹങ്കാരം എന്ന് പറയുന്നത് ഞാനെല്ലാം അർത്ഥികൾക്ക് നൽകാനായി തയ്യാറാക്കി വച്ചിരിക്കുകയാണ് എന്നുള്ള ആ വാക്യത്തിലൊരു വലിയ അഹങ്കാരമുണ്ടായിരുന്നു. അതിനെയൊക്കെയാണ് ഭഗവാൻ തീർത്തു കൊടുത്തത്. അതെന്തൊക്കെയാണ്? ധനൗഘം, ധാരാളം പണമുണ്ട്.
രത്നരാശി, രത്നങ്ങളുടെ കൂമ്പാരമുണ്ട്. അതുപോലെ ഭൂഷണം, ധാന്യസഞ്ചയം, ധാരാളം ആഭരണങ്ങളുണ്ട്. ധാന്യങ്ങൾ, ഗോതമ്പ്, അരി തുടങ്ങിയിട്ടുള്ളതായ, യവം തുടങ്ങിയിട്ടുള്ളതായ പലതരത്തിലുള്ള ധാന്യങ്ങൾ എൻ്റെ കയ്യിലുണ്ട്. ഇതൊന്നും പോരാതെ ഗ്രാമം, നഗരം, രാഷ്ട്രം, യാനം, ഇതൊക്കെ ആർക്ക് വേണമെങ്കിലും കൊടുക്കാനാണ് ഞാൻ തയ്യാറായി നിൽക്കുന്നത്. ഗ്രാമങ്ങൾ ദാനം ചെയ്യാം, നഗരങ്ങൾ, അതുപോലെ രാഷ്ട്രം തന്നെ. ഇനി യാനം എന്ന് വെച്ചാൽ വാഹനങ്ങൾ, രഥം പോലെയുള്ളത്, കാളവണ്ടികൾ പോലെയുള്ളതൊക്കെ ഞാൻ ദാനം ചെയ്യാൻ തയ്യാറായിട്ട് ഇരിക്കുകയാണ്. മാത്രമല്ല ഹസ്തി, അശ്വം, രഥം, പത്തി, ഇതൊക്കെ ചതുർവിധ സൈന്യങ്ങളാണ്. ചതുരംഗപ്പട, അതിൽ ഹസ്തി ആനകളുണ്ട്, അശ്വം കുതിരയുണ്ട്, രഥം കുതിരയെ കെട്ടിയ വാഹനം രഥമുണ്ട്. അതോടൊപ്പം തന്നെ പത്തി എന്ന് വെച്ചാൽ കാലാൾപ്പട, ഇവരെയൊക്കെ ഞാൻ ദാനം ചെയ്യാനായിട്ട് തയ്യാറായിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ പറയണത് പത്തീനാം സംഗ്രഹശ്ച, ഇവരെയൊക്കെ, ഈ കൂട്ടരെയൊക്കെ തന്നെ യുദ്ധത്തിനായിട്ട്, സംഗ്രഹം എന്ന് പറഞ്ഞാൽ യുദ്ധമാണ്, യുദ്ധത്തിന് തയ്യാറാക്കി നിർത്തിയേക്കണ പോലെയാണ് അവിടെ നിരത്തി നിർത്തിയിരിക്കുന്നത്. അവരെയാണ് ദാനമായിട്ട് കൊടുക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. സംഗ്രഹശ്ച, ഇനി ഇതൊന്നും അല്ലാതെ അന്യദേവവ, വേറെ എന്തെങ്കിലും അങ്ങേക്ക് ആവശ്യമുണ്ടോ? കിമിച്ഛസി മഹാബാഹോ, അല്ലയോ മഹാബാഹുവായിട്ടുള്ള വാമനൻ എന്ന് പറയുമെങ്കിലും കൈയൊക്കെ വളരെ വലിപ്പമുള്ളതാണ്. അങ്ങനെയുള്ള അങ്ങയോട് ഞാൻ അർത്ഥിക്കുകയാണ്, ഇനി എന്തെങ്കിലും അങ്ങയ്ക്ക് വേറെ ആഗ്രഹങ്ങളുണ്ടോ? ഹേ അനഘ തദ്ദദാമി തവ തദ്ദദാമി, അങ്ങയ്ക്ക് അതൊക്കെ ഞാൻ തരാൻ തയ്യാറാണ്. ഈ പറഞ്ഞതൊക്കെ ഞാൻ ആഗ്രഹിക്കുന്നത്, ഞാൻ ഇച്ഛിച്ച് തയ്യാറാക്കി വച്ചിരിക്കുന്നതാണ് ദാനം നൽകാൻ. ഇതൊന്നും അല്ലാതെ അങ്ങ് എന്തെങ്കിലും ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ അത് പറയൂ, ഞാൻ അതും ദാനം ചെയ്യാൻ തയ്യാറാണ് എന്ന്. ഇനി 26-ാമത്തെ ശ്ലോകം നോക്കാം. ഏവമുക്തസ്തദാ രാജ്ഞാ ഭഗവാൻ പുരുഷോത്തമ ഉവാചൈനം സ്മിതം കൃത്വാ യജമാനം മഹാബലിം. തദാ ഏവമുക്ത രാജ്ഞാ ഏവമുക്ത ഭഗവാൻ പുരുഷോത്തമ. തദാ അപ്പോൾ, ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ രാജാവിനാൽ ഇപ്രകാരമൊക്കെ പറയപ്പെട്ടവനായിട്ടുള്ള ഭഗവാൻ പുരുഷോത്തമൻ, വാമനമൂർത്തിയായിട്ടുള്ള ഭഗവാൻ മഹാവിഷ്ണു, ഉവാചൈനം സ്മിതം കൃത്വ യജമാനം മഹാബലിം, യജമാനനായിട്ടുള്ള യാഗത്തിൻ്റെ നടത്തിപ്പുകാരനാണ്, ആ ആളെയാണ്, യാഗം നടത്തുന്നവനെയാണ് യജമാനൻ എന്ന് പറയുന്നത്. അങ്ങനെയുള്ള മഹാബലിയോട് സ്മിതം കൃത്വ ഉവാച, സ്മിതം കൃത്വ, ചെറുതായിട്ടൊന്ന് പുഞ്ചിരിച്ചുകൊണ്ട് ഇപ്രകാരം പറഞ്ഞു. അപ്പോൾ എന്ത് വേണമെങ്കിലും തരാം, അതിനായിട്ട് ഞാൻ തയ്യാറാണെന്ന് പറഞ്ഞപ്പോൾ ഭഗവാൻ ഒരു ചെറുപുഞ്ചിരിയോട് കൂടിയിട്ട്, ഇങ്ങനെ അഹങ്കാരം പാടില്ല എന്നുള്ളതൊന്ന് ധ്വനിപ്പിക്കുന്നത് പോലെ, അത് മഹാബലിക്ക് മനസ്സിലായില്ല, ആ ഒരു ഭാവത്തോടു കൂടിയിട്ട് ഭഗവാൻ മഹാബലിയോട് ഇപ്രകാരം പറഞ്ഞു. അതെന്താണ്? 27-ാമത്തെ ശ്ലോകം നോക്കാം. ഏതൈഃ കിം മമ രാജേന്ദ്ര തൈസ്തു നാസ്തി പ്രയോജനം അസ്മത് പാദത്രയാക്രാന്താം ദേഹി ഭൂമിം വിഭോ മമ. ഇത്രയും വലിയൊരു സ്വത്ത് വിവരം കേട്ട ഉടനെ തന്നെ ഭഗവാൻ വാമനമൂർത്തി മഹാബലിയോട് ചിരിച്ചിട്ട് പറയാണ്, ഏതൈഃ കിം മമ രാജേന്ദ്ര, അല്ലയോ മഹാരാജാവേ, സാമ്രാജ്യാധിപതിയായിട്ടുള്ള മഹാബലി മഹാരാജാവേ, ഏതൈഃ കിം മമ, ഇതുകൊണ്ടൊക്കെ എനിക്കെന്ത് പ്രയോജനം? ഞാൻ തപസ് ചെയ്യുന്ന ഒരു ബ്രഹ്മചാരിയാണ്, ഒരു വടുവാണ്. ഇതുകൊണ്ടൊന്നും എനിക്ക് യാതൊരു പ്രയോജനവും ഇല്ല, അതൊന്നും ആവശ്യവും ഇല്ല. പിന്നെ എന്താണ് ആവശ്യം? അസ്മത് പാദത്രയാക്രാന്താം ഭൂമിം ദേഹി. അസ്മത് എന്ന് വെച്ചാൽ എൻ്റെ കാലുകൊണ്ട് അളന്ന് കിട്ടുന്നതായ 3 അടി, ത്രയാക്രാന്തം, 3 അടി മണ്ണ് എനിക്ക് തന്നാൽ മതി. അതാണ് അസ്മത് പാദത്രയാക്രാന്തം. അത് അങ്ങയുടെ കാലുകൊണ്ടും കൂടി വേണ്ട, ബ്രഹ്മചാരിയായിട്ടുള്ള എൻ്റെ കാലം എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി ചെറുതായിരിക്കും. അങ്ങനെയുള്ള എൻ്റെ കാലുകൊണ്ട് അളക്കുന്ന 3 അടി മണ്ണ് എനിക്ക് തന്നാൽ മതി. വേറെ യാതൊരു സാധനവും എനിക്ക് ആവശ്യമില്ല, അതുകൊണ്ട് യാതൊരു പ്രയോജനവുമില്ല എന്ന് ബ്രഹ്മചാരിയായിട്ട് വടു രൂപമെടുത്ത് വന്നിരിക്കുന്ന വാമനമൂർത്തി മഹാബലിയോട് പറഞ്ഞു. അത് കേട്ടപ്പോൾ മഹാബലിക്ക് ഒരു കൗതുകമോ അല്ലെങ്കിൽ ചെറിയൊരു അവജ്ഞയൊക്കെയാണ് തോന്നിയത്. ഇത്രയൊക്കെ തരാമെന്ന് പറഞ്ഞിട്ട് അതൊന്നും വേണ്ട, 3 അടി മണ്ണ് എന്നുള്ളൊരു ചിന്ത വന്നിട്ടുണ്ടാവണം. അത് കേട്ടിട്ട് മഹാബലി പറയാണ്. 28-ാമത്തെ ശ്ലോകം നോക്കാം. ശ്രുത്വാ തദ്വാമനേനോക്തം സ്മിതം കൃത്വാ സുരോത്തമ
യേനേഷ്ടം പൂർത്യതേ ബ്രഹ്മൻ തത്കുർമേതി തതോബ്രവീത്. ശ്രുത്വാ തത് വാമനേനോക്തം തത് ശ്രുത്വ. വാമനൻ പറഞ്ഞതായിട്ടുള്ള ഈ ഒരു ആവശ്യം കേട്ടിട്ട്, 3 അടി മണ്ണേ വേണ്ടൂ എന്നുള്ള ആവശ്യം കേട്ടിട്ട്, അസുരോത്തമ സ്മിതം കൃത്വ, അസുരോത്തമനായിട്ടുള്ള, അസുരന്മാരിൽ വെച്ച ഏറ്റവും ശ്രേഷ്ഠനായിട്ടുള്ള ആ മഹാബലി ഒന്ന് ചെറുതായിട്ട് ചിരിച്ചിട്ട്, സ്മിതം കൃത്വ, ഇപ്രകാരം ആ വാമനമൂർത്തിയോട് പറയുകയാണ്. എന്താ പറഞ്ഞത്? ഏന ഇഷ്ടം പൂർത്തിയതേ, ഏതൊന്ന് ചെയ്താലാണോ അങ്ങയ്ക്ക് താല്പര്യമാവുക, അങ്ങയുടെ ഇച്ഛ പൂർത്തിയാകുന്നത്, അഭീഷ്ടം ഫലവത്താകുന്നത്, അതാണല്ലോ ചോദിക്കുക. അപ്പം എന്തൊന്ന് നൽകിയാലാണോ അങ്ങയ്ക്ക് മോഹം സഫലമാകുന്നത്, അത് ഞാൻ തീർച്ചയായിട്ടും തരാം. ബ്രഹ്മൻ തത് കുർമേതി തതോ അബ്രവീത്. അല്ലയോ ബ്രഹ്മൻ, ബ്രാഹ്മണശ്രേഷ്ഠ, അത് ഞാൻ അങ്ങയ്ക്കായിട്ടിതാ ചെയ്തു തരുന്നു എന്ന് ഉറപ്പിച്ച് പറയാണ്. തതോ അബ്രവീത്. ആ വാമനമൂർത്തിയോട്, ബാലകനായിട്ട് വന്ന ആ വടുരൂപധാരിയായിട്ടുള്ള ഭഗവാനോട് മഹാബലി ചെയ്തു തരാം എന്ന് വാക്കുകൊടുത്തു. ഇനി എന്താണ് ഉണ്ടാവുന്നത് എന്നുള്ളത് അടുത്ത ദിവസം നോക്കാം. ഇന്നത്തെ ശ്ലോകങ്ങൾ ഒന്നുകൂടി ചൊല്ലി നോക്കാം. വാമനേനൈവ മുക്തേ തുമുദാ രാജാ തമബ്രവീത്. അദ്യ മേ സഫലം ജന്മ, അദ്യ മേ സഫലം തപ, അദ്യ മേ സഫലം രാജ്യമദ്യ മേ സുകൃതം കൃതം, അദ്യ മേ സഫലോ യജ്ഞഃ കൃതാർത്ഥഃ കൃതവാനഹം. ത്വദർത്ഥം കൽപ്പിതം ചൈവ മമ സർവസ്വമേവ ഹി. ധനൗഘം രത്നരാശിം ച ഭൂഷണം ധാന്യസഞ്ചയം. ഗ്രാമം വാ നഗരം വാപി രാഷ്ട്രം വാ യാനമേവ വാ. ഹസ്ത്യശ്വരഥപത്തീനാം സംഗ്രഹശ്ചാന്യദേവ വാ. കിമിച്ഛസി മഹാബാഹോ തദ്ദദാമി തവാനഘ. ഏവമുക്തസ്തദാ രാജ്ഞാ ഭഗവാൻ പുരുഷോത്തമ ഉവാചൈനം സ്മിതം കൃത്വാ യജമാനം മഹാബലിം. ഏതൈഃ കിം മമ രാജേന്ദ്രസ്തൈസ്തു നാസ്തി പ്രയോജനം. അസ്മത്പാദത്രയാക്രാന്താം ദേഹി ഭൂമിം വിഭോ മമ. ശ്രുത്വാ തദ്വാമനേനോക്തം സ്മിതം കൃത്വാ സുരോത്തമഃ. യേനേഷ്ടം പൂർത്യതേ ബ്രഹ്മൻ തത്കുർമേതി തതോബ്രവീത്. സുന്ദരമായിട്ടുള്ള ശ്ലോകങ്ങൾ ഭഗവാൻ ശ്രീരാമചന്ദ്രൻ്റെ കാൽക്കൽ അർപ്പിച്ചുകൊണ്ട്, ഗുരുവായൂരപ്പനെ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് എല്ലാവർക്കും ശുഭദിനം നേർന്നു നിർത്തട്ടെ. നന്ദി.